ഈ വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. നമുക്കറിയാം, ഇന്ന് പല രീതിയിലും പലരും സാമ്പത്തികമായിട്ട് പലരും സഹായിക്കുന്നുണ്ട്. ഇവിടെ പ്ലസ് 1 വരെ പഠിച്ചതാണ് നമ്മുടെ സഞ്ജയ്. അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്. എന്നാൽ അവൻ്റെ ശരീരത്തിൻ്റെ അസുഖം അവനെ ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെച്ചെങ്കിൽ യാതൊരു രീതിയിലും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഇവൻ്റെ ചേട്ടൻ്റെ ഒരു കൂലിപ്പണിയുടെ വരുമാനം കൊണ്ട് മാത്രമാണ് 8000 രൂപയോളം മാസത്തിൽ ചിലവ് വരുന്ന ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഈ കുടുംബത്തെ സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കണം എന്ന് മാത്രം ഞാനിവിടെ പറയുന്നു. എൻ്റെ പേര് സജിത ബാബുരാജൻ. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ ഒരു സഞ്ജയ് എന്ന കുട്ടിയുടെ ഒരു കാര്യം നമ്മുടെ അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീട് ഇവിടെ വന്ന് കാണുന്നത്. ഇവിടെ വന്ന് കാണുന്ന സമയത്ത് നല്ല ശക്തമായ മഴയുള്ള ഒരു ദിവസം തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്നും ഞാൻ അത് ഓർക്കുന്നുണ്ട്. വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് കണ്ടത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ജനകീയാസൂത്രണം വന്നിട്ട് 25 വർഷം പിന്നിടുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വീടുകളും ഇത്തരത്തിലുള്ള കുടുംബങ്ങളും അവരുടെ അവസ്ഥകളൊക്കെ ഉണ്ടെന്നുള്ളത്, സമൂഹത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുടുംബങ്ങളും അവരുടെ അവസ്ഥകളും ഉണ്ട് എന്നതിനുള്ളൊരു തെളിവാണ് ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന ഒരു വീഡിയോ. പാണഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ 18ാം വാർഡിലെ ഒരു സഞ്ജയ് എന്ന 24 വയസ്സുകാരനായ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരനും സോറിയാസിസ് ബാധിതനും അതുപോലെ വൃക്ക സംബന്ധമായ അസുഖം, ഷുഗർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ സഞ്ജയ്. അവൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ എന്നല്ല, ഇപ്പോൾ മഴക്കാലക്കെടുതികൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ തന്നെ കാണുന്നതാണ്. ആ സാഹചര്യത്തിൽ ഈ സഞ്ജയിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് നമ്മൾ ഇവിടെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. കാരണം ഒരു ഗ്രാമപഞ്ചായത്ത്, ഇന്നത്തെ കാലത്ത് ഗ്രാമപഞ്ചായത്തിലുള്ള സേവനങ്ങൾ ആ വാർഡ് പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ നൽകാൻ പറ്റും, അതാണ് ഒരു വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്തം. അത് അത്രയും രീതിയിൽ സർക്കാർ വികസനങ്ങൾ കൊണ്ടുവരുന്നു. നവകേരളം അങ്ങനെ ഒരുപാട് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള വീടുകളിലെ ആളുകളെ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇവർക്ക് 2018 ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ആദ്യം കയറുന്ന സമയത്ത് 2018 LDF ലൈഫ് മിഷൻ എന്ന പദ്ധതി കൊണ്ടുവന്നപ്പോൾ ആ ലൈഫ് മിഷനിൽ ഇവർ ഗുണഭോക്താവാണ്. പക്ഷേ എന്നാൽ ഇവർക്ക് ഇത് പാസ്സാക്കി കൊടുത്തിട്ടില്ല. കാരണം അന്നത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇതിനേക്കാളും മോശമായ അവസ്ഥയുള്ള വീടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏത് ഉദ്യോഗസ്ഥയാണെങ്കിലും അത് അന്ന് മാറ്റി നിർത്തിയത്. അതുപോലെ തന്നെ 2011 തൊട്ട് ഈ വീടിനെ കൃത്യമായിട്ട് ഒരു വഴിയോ കുടിവെള്ള സൗകര്യമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ്. ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് തവണ ഈ ചേച്ചി കയറി ഇറങ്ങിയിട്ടും നമ്മുടെ സഞ്ജയിന് നീതി ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനിയും നമുക്ക് അത്തരത്തിലേക്ക് നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഇവരെ കൂടെ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് എത്രമാത്രം സഹായിക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകേണ്ട സേവനങ്ങൾ തന്നെയാണ് ഇവർക്ക് ഇവിടെ വേണ്ടത്. അതിനപ്പുറം കൊടുക്കേണ്ട സേവനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഇവർക്ക് കയറിക്കിടക്കാനോ ഒരു സുരക്ഷിതമായ ഒരു വീട് അല്ലെങ്കിൽ അതിലേക്കുള്ള വഴി, കുടിവെള്ള സാധ്യത ഒന്നും എത്തിച്ചു കൊടുക്കാത്തത് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ഈ മൊഹറത്തിൻ്റെ അന്ന്, അതായത് ഈ കഴിഞ്ഞ 16-ാം തീയതി ശക്തമായ മഴ നിൽക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഇവരിവിടെ കിടന്നിരുന്നത്. ഈ വീടിൻ്റെ ശോചനീയാവസ്ഥ വില്ലേജ് ഓഫീസറെ വിളിച്ചു പറഞ്ഞപ്പോൾ സാറാണ് പറഞ്ഞത്, പിറ്റത്തെ ദിവസം റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ട് ഈ അതായത് പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് വില്ലേജിലേക്ക് ചെന്നപ്പോൾ ആ സാർ അത് പാണഞ്ചേരി പഞ്ചായത്തിലെ തന്നെ പീച്ചി വില്ലേജാണ്.
പീച്ചി വില്ലേജിലെ വില്ലേജ് ഓഫീസർ നമുക്ക് അത് മാറ്റർ എഴുതിയിട്ട് സാർ അത് ഫോർവേഡ് ചെയ്യാനായിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് തരികയാണ് ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നു ഇതിന് മുന്നേ കാലഘട്ടങ്ങളിലെ ഈ പ്രകൃതിക്ഷോഭം ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വില്ലേജ് ഓഫീസർമാരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ ഒരു വിവേചന അധികാരമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്ന് അത് അവർക്ക് അവിടെ വരുന്ന അപേക്ഷകൾ ഗ്രാമപഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് കൈമാറുന്ന ഒരവസ്ഥയാണ് ഇവിടെ വില്ലേജ് ഓഫീസർ പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ കുടുംബം അത് ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ അത് കൊണ്ടുകൊടുക്കുകയും പിറ്റത്തെ ദിവസം ഒരാളും ഇത്രയും കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ മഴക്കെടുതിയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ വന്നു നോക്കി പോയിട്ട് പോലും പിറ്റത്തെ ദിവസം ഇവിടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു അന്വേഷണത്തിന് ഒരാൾ വരുന്ന അവസ്ഥ ഉണ്ടായില്ല. അതിന്റെ പിറ്റേ ദിവസം വന്ന് അന്വേഷിച്ചു പോയി. പക്ഷേ ഇതുവരെ ആ അന്വേഷിച്ചു പോയ റിപ്പോർട്ട് എന്താണെന്നും ഇവർക്ക് എന്താണ് അവർ ചെയ്തു കൊടുത്തത് എന്നുള്ളതും ഇതുവരെ നമുക്ക് ഒന്നും വ്യക്തമല്ല. കാരണം ഇങ്ങനെ ഈ മഴക്കെടുതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ വീട് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ 6 ജീവനുണ്ട് ഇവിടെ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. പല സ്ഥലത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് ആളുകളും ചാനലുകളും ഒക്കെ കൂടും. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ കൂടെ ആരും പോകാനായിട്ട് ഇല്ലാത്ത അവസ്ഥയാണ്. ഇന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് എന്താണ് അവർ വെച്ച അപേക്ഷയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല. ഈ മഴക്കെടുതിയിലെ ആ ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർ വന്ന് നോക്കി ഇവരുടെ മഴക്കെടുതി മൂലമുള്ള ആ ഒരു ഇതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഉപയോഗിച്ച് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഇന്ന് എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ ആ ഉദ്യോഗസ്ഥയുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരു സേവനം പോലെയാണ് ചെല്ലുന്ന ഈ സ്ത്രീയോട് അവര് സംസാരിച്ചത്. അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗ്രാമസഭ തുടങ്ങി ഇന്ന് പഞ്ചായത്ത് ഓഫീസ് വരെ കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പോയിട്ട് അവരുടെ അപേക്ഷ എത്തിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അപേക്ഷ പരിഗണിച്ചിട്ട് അവർ ഇതുവരെ അതിൻ്റെ ഒരു റിസൾട്ട് ഇന്ന് വരെ കൊടുക്കാനായിട്ട് അവർക്ക് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. അവസാനം ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ തൃശ്ശൂരിന്റെ MP ആയ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള പരിപാടി വരെ നമ്മൾ ചെന്നിട്ടുണ്ട്. സാറിന്റെ ഓഫീസിൽ നിന്ന് വരെ ഈ പാണഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചിട്ട് ഈ സഞ്ജയന്റെ കാര്യം അന്വേഷിക്കുകയുണ്ടായിട്ടുണ്ട്. അത്രമേൽ ഇവിടെ കാര്യങ്ങൾ നിൽക്കുമ്പോഴും ഇനിയും ഗ്രാമപഞ്ചായത്ത് കണ്ണു തുറക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ അതിനുശേഷം ആ വാർഡ് മെമ്പർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയിരുന്ന ഇന്നത്തെ വാർഡ് മെമ്പർ ഇതുവരെ ഈ വീട്ടിലേക്ക് പിന്നീട് കടന്നു വരികയോ എന്തെങ്കിലും സേവനം ഇവർക്ക് നൽകാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ശുപാർശ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് വീടുകളിൽ വന്ന് വാഗ്ദാനം കൊടുക്കുമ്പോൾ ഏത് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഒത്തിരി ഇല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ഒരു എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് ദയവ് ചെയ്ത് കടന്നു വരരുത്. സാധാരണക്കാരനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളും പഞ്ചായത്ത് മെമ്പർമാരായിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്ന് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരനായ സഞ്ജയിന് ഒരു വീട് അതുപോലെ തന്നെ വഴി കിണർ അത് മസ്റ്റായിട്ടും നമുക്ക് ഗ്രാമപഞ്ചായത്ത് അല്ലാതെ ആരാണ് ചെയ്തു കൊടുക്കേണ്ടത്? പേര് സൗമിനി, പയ്യനം എന്ന സ്ഥലത്താണ് താമസം. എൻ്റെ മകൻ സഞ്ജയ് 24 വയസ്സാണ്. സോറിയാസിസ്, ലിവറിന് പ്രശ്നമുണ്ട്, ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോള്, ഹെർണിയ എന്നുള്ള അസുഖങ്ങൾ മെഡിക്കൽ കോളേജിൽ അമലയിലായിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഭർത്താവ് 5 മാസമായിട്ട് മരണപ്പെട്ടു. എൻ്റെ അമ്മയും ഒരു 6 മാസം ആയിട്ടുള്ള അമ്മയും മരണപ്പെട്ടു. ഭർത്താവിന് ബ്ലഡ് ഛർദ്ദിച്ചിട്ടൊക്കെയാണ് മരിച്ചത്. ആസ്പത്രി കേസാണ് എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്കൊരു വീടില്ല, വഴിയുമില്ല, നടക്കാനൊരു വഴിയില്ല. എൻ്റെ മോനെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം, നല്ലൊരു വണ്ടി വന്നിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. 3-4 വീടിൻ്റെ മുറ്റത്തോടെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ റോട്ടിലേക്ക് എത്തണത്. ഒരു വണ്ടി വാഹന സൗകര്യം കിട്ടണമെങ്കിൽ അങ്ങനെ പോകണം. പിന്നെ ഭർത്താവിന് അസുഖം വന്ന് ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കുടുംബത്തിലെ വേറെ ആരും ഇല്ല ഞങ്ങളെ സഹായിക്കാനായിട്ട്. ഒരു പഞ്ചായത്തിൻ്റെ ഒരു സഹകരണം ഞങ്ങളോട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം എൻ്റെ മകന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. നേർവഴിക്ക് വേണ്ടിയൊക്കെ നടന്നു, ഇതുവരെ നേർവഴിയായിട്ട് കിട്ടിയില്ല.
ബാക്കിൽ കൂടെ ഒരു വഴി തന്നു, അത് പൂർത്തീകരിച്ചു ആരും തന്നിട്ടില്ല. 2021 തൊട്ട് അതിന് ചാലുകെട്ടിലും പണി നടത്തി, അതും ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളും തടസ്സങ്ങളായിട്ട് അതും അവർ പൂർത്തീകരിച്ച് തന്നിട്ടില്ല. എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. അതിൽ മൂത്ത മകനുണ്ട്, മകൻ്റെ ഭാര്യയും 2 പിഞ്ചു മക്കളും കൂടി അടങ്ങിയതാണ്. പിന്നെ വയസ്സായ ഒരു അമ്മയുണ്ട് ഇവിടെ. അമ്മയുടെ മകനാണ് മരിച്ചത്. അമ്മയ്ക്ക് ഒരു മകനുണ്ടായുള്ളൂ. പിന്നെ എനിക്കും കൂടപ്പുറപ്പോൾ ആരുമില്ല, അച്ഛനില്ല, എൻ്റെ അമ്മയും മരിച്ചു. ആരുമില്ലാത്തൊരു ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ശരി ശരി. ഈ മാസം ആദ്യമൊക്കെ ആയിട്ട് നല്ല മഴ വന്ന മുഹൂർത്തത്തിൻ്റെ സമയത്തായിരുന്നു ഈ പേട്ട ചോർച്ചയും ഇടിയാറായിട്ടും അതിൻ്റെ തിണ്ടികളൊക്കെ പോവാറായിട്ട് നിന്നു. പക്ഷെ ആ മുഹൂർത്തത്തിൻ്റെ അന്ന് പെരയുടെ തിണ്ടിക ഒന്ന് ഇരുന്നപ്പോൾ എൻ്റെ മോന് ഒരു തിണ്ടിക മുകളിലുള്ളത് അങ്ങോട്ട് വളയും ചെയ്തു. അപ്പോൾ എൻ്റെ മോന് പേടി. എൻ്റെ മോൻ അപ്പം മെമ്പറെ വിളിച്ചു. പക്ഷെ ഞങ്ങളുടെ മെമ്പർ ആ സമയത്ത് ഫോൺ എടുത്തില്ല. അപ്പോൾ മോൻ എന്ത് ചെയ്തു, വേഗം വില്ലേജ് ഓഫീസറെ വിളിച്ചു. വില്ലേജ് ഓഫീസർ അപ്പോൾ തന്നെ അവരെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ അവർ വന്നു നോക്കി. അപ്പോൾ തന്നെ പോയി. അവർ വേറൊന്നും പറഞ്ഞില്ല. പക്ഷെ വില്ലേജ് ഓഫീസർ അപ്പോൾ എൻ്റെ മോനോട് പറഞ്ഞു, ഇങ്ങനെ വില്ലേജ് ഓഫീസിലേക്ക് ദുരിതാശ്വാസത്തിൻ്റെ ഒരു ഇതായിട്ട് വെക്കാൻ പറഞ്ഞു. അതിനൊരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെരയുടെ ഇതിനായിട്ടൊരു നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മകൻ അത് വെച്ചു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അന്വേഷണം ഒരാഴ്ചയായിട്ട് അവിടെ പഞ്ചായത്തിൽ നിന്ന് 2 പ്രാവശ്യമായിട്ട് സാറുമാർ ഒരു മേടൊക്കെ വന്ന് നോക്കിയൊക്കെ കഴിഞ്ഞ് പോയി. അപ്പം എൻ്റെ മോൻ ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് പണിയില്ലല്ലോ, അത് വില്ലേജ് ഓഫീസിലെത്തിയോ എന്താണെന്നൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ മേഡത്തിനെ കണ്ടു. അപ്പോൾ ഒരു സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനല്ല, അവിടെ ഒരു മേഡം ഇരിക്കുന്നുണ്ട്, ആ മേഡാന്ന് പറഞ്ഞു. ആ മേഡത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു, മേഡത്തിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ദുരിതാശ്വാസത്തിൻ്റെ ഇതായിട്ട് എൻ്റെ മകൻ ഒരു അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സൗമിനിയുടെ പേരിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞു, എന്തായെന്ന് അറിയില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, അപ്പോൾ ഇത് നിങ്ങൾക്ക് ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് മഴക്കെടുതി പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, എനിക്ക് അത് എഴുതാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് നിങ്ങളുടെ പെര എപ്പോഴാണ് നിങ്ങൾക്ക് പെര കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ 2014 ആണ് ഞങ്ങൾക്ക് 10ലാണ് പെര കിട്ടിയത്. 14 വർഷമായി 14 വർഷമായിട്ട് പെര പണിതിട്ട് 75,000 രൂപ കൊണ്ടാണ് ഞങ്ങൾ ആ പെര ചെയ്തത്. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് അതിൽ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വഴിയില്ലാത്ത കാരണം ഈ വീടുകളിൽ കൂടിയും ഈ പറമ്പിൽ കൂടിയൊക്കെ കയറ്റി വന്നിട്ടാണ് ഈ കട്ടയും മണലും എല്ലാ സാധനങ്ങളും മൂടും എല്ലാം. ഞങ്ങളുടെ ആദ്യം ഒരു കുടിലായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ സാധനങ്ങളും മരം ഒക്കെ ചുമന്നുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് ഈ 75,000 രൂപ അന്നത്തെ പണിക്കൂലി തന്നെ. ബാക്കി ഞങ്ങൾ പൈസ ഉണ്ടാക്കി കുറച്ചും കൂടിയും പൈസ ഉണ്ടാക്കിയിട്ട് ഇത് പൂർത്തീകരിക്കണം, മൊത്തം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എൻ്റെ ഭർത്താവിന് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് അസുഖവും അമ്മയ്ക്ക് ക്യാൻസറും എല്ലാം വന്നിട്ട് ചികിത്സയിൽ അമലയിലൊക്കെ ആയി കാരണം ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ മേഡത്തിനോട് ഞാൻ ഇത് പറഞ്ഞു, 75,000 രൂപയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ മേഡം എന്നോട് പറഞ്ഞു, 75,000 രൂപ നിങ്ങൾക്ക് തന്നത് ഒരു ധനസഹായമാണ്, അതിൽ കൂടെ നിങ്ങൾ കൂട്ടാണ്ടാണ് നിങ്ങൾക്ക് മതിയായ പട്ടിയും കഴുക്കോലും പെരാമില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മഴക്കെടുതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു മേഡം. അത് കഴിഞ്ഞിട്ട് മേഡം പറഞ്ഞു, കുറേ BJP-കാരെ എന്നെ വിളിക്കുന്നുണ്ട് ഈ നിങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം ഞാൻ BJP-കാരിയല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഞാൻ പോയിരുന്നത്. പക്ഷേ എന്താ അങ്ങനെ ഇതാവണ് എന്ന് ചോദിച്ചു. വേറൊരു മേഡത്തിനോടാണ് ഇതിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. മേഡം എവിടെ വന്ന് വണ്ടി ഇറങ്ങിയ 75,000 രൂപ എനിക്ക് തന്നു. മേഡം എൻ്റെ വീടിൻ്റെ പടിക്കാണോ വണ്ടി ഇറങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല ഞാൻ നടന്നപ്പോൾ ആ നടപ്പ് മേഡത്തിന് മനസ്സിലായില്ലേ. അപ്പോൾ അത്രയും കട്ടയും മണലും ചോന്ന് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ അത്രയും വഴി താണ്ടി കയറി വന്നിട്ടാണ് ഈ പെര പണിതത്. അപ്പോൾ 75,000 രൂപ ഞങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ ചിലവായില്ലേ എന്ന് ചോദിച്ചു ഞാൻ മേഡത്തിനോട്. അപ്പോൾ മേഡം പറഞ്ഞു അപ്പം പിന്നെ മേഡത്തിന് എനിക്ക് ഇത് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമവും സങ്കടവും ഒക്കെ വന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെയും വീട്ടിലെ രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് രോഗങ്ങളും കാര്യങ്ങളും, പക്ഷെ നിങ്ങൾക്ക് ഗവൺമെൻറ് തരുന്നതൊരു ധനസഹായം, അതിൽ കൂടെ നിങ്ങൾ കൂട്ടിയിട്ട് വേണം നിങ്ങളൊരു പെര പൂർത്തീകരിക്കാമെന്നാണ് ഇതിന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു തന്നു.
ഞാൻ പറഞ്ഞു ശരി മാഡം എനിക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴേക്കും പറഞ്ഞു നിങ്ങൾക്ക് എവിടെയും വന്ന് വണ്ടി ഇറങ്ങി എന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി. ഞാൻ വേറെ ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നു ആൾക്കറിയാം. അപ്പോൾ ആളെന്ത് ചെയ്ത് വേഗം എന്നോട് പറഞ്ഞു മതി, ഞാനേ എന്തായാലും ഇത് അയച്ചിട്ടില്ല, ഞാൻ കൊടുക്കാം വില്ലേജിലെന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്തായി എങ്ങനെയായി എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഞാൻ ഇന്ന് വരയ്ക്ക് പോയില്ല. എൻ്റെ മോൻ പറഞ്ഞു ഇനി അമ്മ അങ്ങനെ വിഷമങ്ങൾ അലിക്കാനായിട്ട് പോകണ്ട. എനിക്ക് ഭയങ്കര സങ്കടമായി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മുടെ സാഹചര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കാനേ ചെന്നത്. പക്ഷെ ആ മാഡം എന്നോട് വേറെ രീതിയിലാണ് പറഞ്ഞത്. എനിക്കത് ഭയങ്കര മാനസികമായൊരു വിഷമമായി. മോൻ പറഞ്ഞു ഇനി അമ്മ ചോദിക്കാനൊന്നും പോകണ്ട, ഞാൻ എങ്ങനെയാലും അറിഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞ് അവൻ എന്നെ പിന്നെ പഞ്ചായത്തിലേക്ക് വിട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോകേണ്ടതാണ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി. എനിക്കിത് പറയണം. ഞാൻ അങ്ങനെ ഒരു രീതിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പാർട്ടിക്കാരല്ല, എൻ്റെ ഭർത്താവ് മരിക്കണൻ്റെ തലേദിവസം ഞങ്ങളുടെ പയ്യനത്ത് സുരേഷ് ഗോപി സാറ് വരുന്ന സമയമായിരുന്നു. പാർട്ടി പ്രചരണം നടത്തുന്ന സമയത്താണ് സാറ് വന്നിട്ടുണ്ടായിരുന്നു. സാറ് വന്നപ്പോൾ എൻ്റെ ഭർത്താവിന് വയ്യാണ്ടിരിക്കുന്ന സമയം, പണിക്കൊന്നും പോകില്ല, എൻ്റെ മോനും വയ്യ, അമ്മ മരിച്ചിട്ട് അധികമായിട്ടില്ല. അപ്പോൾ സാറിനെ കാണുന്ന ആൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ സാറിനെ കാണാൻ വേണ്ടി ആൾ എന്നോട് പറഞ്ഞു എങ്ങനെ സാറ് വരുന്നുണ്ട്, നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ടി വിയിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, സാറിൻ്റെ സഹായങ്ങൾ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വല്ലതും സഹായം തന്നാലൂടി എന്ന് പറഞ്ഞിട്ട് ആൾ നേരത്തെ പോയി അവിടെയുള്ള കുട്ടികൾ, BJPയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ കുറേ ഉണ്ട്, അവരോടൊക്കെ ചെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഒന്ന് ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാം, ഞങ്ങളത് സാറിനോട് സംസാരിക്കാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സാറിന് ഇവിടെ നിൽക്കാൻ സമയമില്ല, അപ്പോൾ സാറ് വന്ന അപ്പോൾ തന്നെ പോവും. അപ്പോൾ ശിവേട്ടൻ വിഷമിക്കേണ്ട, എന്ത് ഇതിലായാലും ഞങ്ങൾ ശിവേട്ടൻ്റെയും സഞ്ജയുടെയും കാര്യം ഞങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ട് ഞങ്ങൾ അറിയിക്കാം, ശിവേട്ടൻ വിഷമിക്കേണ്ട. ഇപ്പം സാഹചര്യം ഒത്തില്ലെങ്കിലും നമുക്ക് സാഹചര്യം വരും, അപ്പം എത്തിക്കാമെന്ന് അവരൊരു വാക്ക് എൻ്റെ ഭർത്താവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതി ഞാനത് സാറ് വന്നതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് അന്ന് വൈകുന്നേരം വന്ന് കിടന്നു. പിറ്റേ ദിവസം കാലത്താണ് ആൾ ബ്ലഡ് തുപ്പണ്. അങ്ങനെ ആളെ ആസ്പത്രി കൊണ്ടുപോയി. അന്ന് രാത്രി ചൊവ്വാഴ്ച പുലർച്ചയ്ക്ക്, തിങ്കളാഴ്ച സാറ് വന്നു, തിങ്കളാഴ്ച വൈകുന്നേരം സാറ് വന്നു, ചൊവ്വാഴ്ചയും കഴിഞ്ഞ് ബുധനാഴ്ച പുലർച്ചയ്ക്കാണ് എൻ്റെ ഭർത്താവ് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഇതും കൊണ്ട് അതിലുള്ള പ്രവർത്തിക്കുന്ന ചില കുട്ടികൾ ഇത് ആൾ പറഞ്ഞതിൻ്റെ അതൊരു അവർ പറഞ്ഞു ആളോട്. അപ്പോൾ അതൊന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അവരുടെ മനസ്സിൽ തോന്നിയിട്ടാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. എൻ്റെ ഇവരൊക്കെ വിളിച്ച് ഇവരാരും വന്നില്ല. അത് വരാണ്ട ഇപ്പോൾ അവൻ്റെ ആശാനാണ് ജിത്തു എന്ന് പറഞ്ഞ കുട്ടി അവരോട് ചോദിച്ചു ചേട്ടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എൻ്റെ വീട് ഇങ്ങനെയായി, ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശിവേട്ടനൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു നിൻ്റെ അച്ഛനോട് ഞങ്ങളൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് നിറവേറ്റാൻ പറ്റണമെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് അവർ വന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്തതും ഇവർ വിളിക്കുന്നതും. അല്ലാണ്ട് ഇതൊരു പാർട്ടി ഇതായിട്ടൊന്നുമല്ല, ജനങ്ങളിറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സഹായങ്ങൾ ചെയ്തു തരണമാണ് ഞങ്ങൾക്ക്. അല്ലാണ്ട് ഇതൊരു പാർട്ടിയിലേക്ക് വെച്ചിട്ട് ചെയ്തു തരുന്ന കാര്യങ്ങളല്ല. അത് ആ മേഡം ഒന്ന് മനസ്സിലാക്കണം. എനിക്കത് ഭയങ്കര ടെൻഷനായി അത്.